ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. വേറൊരു പഴയ മന്ത്രി പറയുന്നത് കേട്ടു. എന്താ സംഭവം പറ കേക്കട്ടെ. ഞാൻ ഹിന്ദു കയറി ഇറങ്ങിയാണ് BJP നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. വിളമ്പിയത് ഞാനാ. നിന്നെ പറ്റിയുള്ള ഞെട്ടിപ്പിക്കുന്ന എല്ലാ സത്യങ്ങളും ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞത്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ എന്നെ കാണണം എന്നാവശ്യപ്പെട്ടു. ഞാൻ അവർക്ക് സമയം കൊടുത്തു. അവർ വന്ന് കാണാൻ പറഞ്ഞു. ആയിക്കോട്ടെ, എന്താ വിരോധോട്ടോ? ഒരു വിരോധമില്ല. ഞാൻ അവരുടെ പേര് കണ്ടപ്പോ അവരെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയാമോ? അതിലെന്തെങ്കിലും തെറ്റ്? ഇല്ല ഇല്ല ഇല്ല. ഞാൻ കോൺഗ്രസിന്റെ UDFന്റെ മാത്രം മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ. എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറയാമോ? അത് ന്യായമാണ് തമ്പി സാറേ. തെമ്മാടിത്തരം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. പിന്നെ പഴയ മന്ത്രിയായിരുന്ന ശ്രീ റിയാസാണ് പറഞ്ഞത് ഇവിടെ കയറി ഇറങ്ങാണെന്ന് പറഞ്ഞു. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞതിന് ഇടികൊള്ളുമെങ്കിൽ ആ ഇടി ഞാൻ കൊള്ളൂടാ. എന്നാലും നിനക്ക് ഇവിടെ നല്ല സർട്ടിഫിക്കറ്റ് ഞാൻ മേടിച്ചു തരൂല. അദ്ദേഹത്തിനോട് എന്റെ മറുപടി, ഞാൻ ഒളിച്ചല്ല കണ്ടത്. സാറെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെ കണ്ട ഒരു കള്ളലക്ഷണം ഉണ്ടോ? നീ കുട്ടമ്പിളിയുടെ മോനല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. അതാണ് റിയാസുള്ള മറുപടി. എടോ, എന്തോ തന്റെ തന്തക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് കരുതി എല്ലാ തന്തമാർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ? ഒളിച്ചല്ല കണ്ടത്, രഹസ്യമായിട്ടല്ല കണ്ടത്. ഇവിടെ നൂറുകണക്കിന് ജനങ്ങൾ കാണാൻ വേണ്ടി വരുന്ന കൂട്ടത്തിൽ അവർ നേരത്തെ പറഞ്ഞു, അവർ വന്ന നിവേദനം അവർ തന്നു, അവരുമായി സംസാരിച്ചു. ഇതാണ്. ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? പിന്നെ